വാഗമണ്ണിൽ കുടുംബത്തെ ആക്രമിച്ച കേസിൽ ഭരണകക്ഷി അംഗമായ പഞ്ചായത്ത് മെമ്പറുടെ മകൻ ഉൾപ്പെടെ പ്രതിയായതോടെ ഭരണസ്വാധീനത്തിന്റെ പുറത്ത് പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നതെന്ന് മുൻ എംഎൽഎ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. സ്റ്റേഷനിൽ വരെ പ്രതികൾ കയറിയിറങ്ങുമ്പോഴും അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാതെ കേസ് രാജിയാകാൻ കുടുംബത്തിനുമേൽ പോലീസ് സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മർദ്ദനത്തിനിരയായ കുടുംബത്തെ LDF നേതാക്കളോടൊപ്പം വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിന്ദ്യമായ ആക്രമണമാണ് വാഗമണ്ണിൽ നടന്നത്. സ്ത്രീകളെയും ഭിന്നശേഷിയുള്ള യുവതിയെയും അടക്കം ആക്രമിച്ചിട്ടും FIR-ൽ 2 പ്രതികളുടെ പേരു മാത്രമാണുള്ളതെന്നും പ്രതികൾക്കെതിരെ ചുമത്തിയത് വെറും അടിപിടി കേസു മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇരകൾക്കെതിരെയും കേസെടുത്തിരിക്കുന്ന തെറ്റായ നടപടിയും വാഗമൺ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷമീർ പുളിക്കച്ചാലിൽ, ഏരിയ കമ്മിറ്റി അംഗം സജീവ് ഹമീദ്, ഈരാറ്റുപേട്ട നഗരസഭാ കൗൺസിലർ ജെയിംസ് കുന്നേൽ, യൂത്ത് ഫ്രണ്ട് മണ്ഡലം പ്രസിഡന്റ് നിയാസ് ആറ്റുചാലിൽ, റഫീഖ് പീഴുംകാട്ടിൽ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ഈരാറ്റുപേട്ട നടക്കൽ വെളിയത്ത് മുഹമ്മദ് ഷെരീഫും കുടുംബവും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വാഗമണ്ണിൽ വിനോദയാത്രയ്ക്ക് പോയ അവസരത്തിൽ ചില സാമൂഹ്യ വിരുദ്ധന്മാർ ചേർന്ന് ആ കുടുംബത്തെ മൃഗീയമായി ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായി. ആ കുടുംബത്തിലെ പരിക്കേറ്റവരെയും ആക്രമണത്തിന് വിധേയരായവരെയും സന്ദർശിക്കാനാണ് പൊതുപ്രവർത്തകരോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഏറ്റവും നിന്ദ്യമായ ഒരു ആക്രമണവും ആ ആക്രമണത്തെ മൂടിവെക്കുകയും അതോടൊപ്പം ആക്രമണത്തിൽ ഏർപ്പെട്ടവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നൊരു സമീപനം പോലീസും ഭരണ സംവിധാനവും നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട FIR ആണ്. ഈ FIR-ൽ 2 പ്രതികളുടെ പേര് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റു 3 കണ്ടാലറിയാവുന്നവരും ചേർന്ന് ആക്രമിച്ചു എന്നാണ് FIR-ൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ കുടുംബത്തോട് ചോദിച്ചപ്പോൾ, എന്നോടൊപ്പം നിൽക്കുന്ന ഷെരീഫാക്കോയോടും ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് 30-ലധികം വരുന്ന അക്രമി സംഘമാണ് അവരെ വളരെ മൃഗീയമായി തല്ലിച്ചതച്ചത്. അതേപോലെ തന്നെ സ്ത്രീകളും ഭിന്നശേഷിക്കാരിയായ മകളും സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളും അടക്കമുള്ളവരെ വളരെ മാരകമായി ആയുധങ്ങൾ വരെ ഉപയോഗിച്ച്, കല്ലും വടിയും ഒക്കെ ഉപയോഗിച്ച് ആക്രമിച്ചിട്ടും ആ നിലയിലൊന്നുമുള്ള ഭാരതീയ ന്യായ സംഹിതയിലെ ഒരു വകുപ്പുകളും ചേർക്കാതെ കേവലം ഒരു ലഘുവായ അടിപിടി കേസ് എന്നുള്ള നിലയിലാണ് പോലീസ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തുടർന്ന് അവിഹിതമായ സ്വാധീനത്തിന്റെ ഫലമായി ഇവർക്കെതിരായി കൂടി കേസെടുത്തിരിക്കുന്നു. അതായത് ഇരകൾക്ക് എതിരെ കൂടി കേസെടുത്തിരിക്കുന്ന അങ്ങേയറ്റം തെറ്റായ നടപടിയാണ് വാഗമൺ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു നടപടിയിലേക്ക് പോലീസ് പോകാനിടയായത് വലിയ ഭരണസ്വാധീനത്തിന്റെ, ഭരണകക്ഷിയിൽപ്പെട്ട പഞ്ചായത്ത് മെമ്പറുടെ മകൻ ഉൾപ്പെടെ ഈ സംഭവത്തിൽ പ്രതികളാണ്. അപ്പൊ ആ നിലയിൽ വലിയ ഭരണസ്വാധീനത്തിന്റെ ഫലമായിട്ട് കേസ് വളരെയേറെ ലഘൂകരിക്കാനും ഇരകൾ കുറ്റക്കാരാണെന്നുള്ള നിലയിൽ ചിത്രീകരിക്കാനുമുള്ള അങ്ങേയറ്റം തെറ്റായ ഒരു സമീപനം ഇവിടെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. അതിനെതിരെ അതിശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ വീരുമഴ DYSP ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി. DYSP അപ്പോൾ പറഞ്ഞത് പ്രതികളെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും മറ്റുമാണ്. ആ പ്രതികൾ 2 ദിവസം ഈ ആക്രമണത്തിന് ശേഷം 2 ദിവസം പോലീസിന്റെ കൺമുമ്പിലൂടെ അതേ സ്ഥലത്ത് തന്നെ സ്റ്റേഷനിൽ വരെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയും പോലീസ് മുൻകൈയെടുത്ത് കേസ് രാജിയാക്കണമെന്നുള്ള നിലയിൽ ഈ കുടുംബത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്ന തികച്ചും തെറ്റായ ഭരണസ്വാധീനത്തിന്റെ ഏറ്റവും മോശമായ ഒരു ഉദാഹരണമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇവർക്ക് പിന്തുണയും സംരക്ഷണവും കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ വെറുതെ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ ഇതിനെ അപലപിക്കുന്നു, അക്രമികളെ പിടിക്കണം എന്നും മറ്റുമൊക്കെ പറയുന്നതിനപ്പുറം യഥാർത്ഥത്തിൽ അതിനുവേണ്ടിയുള്ള ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നാം കാണേണ്ട ഒരു വലിയ കാര്യം. തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് നീതി കിട്ടണം. പ്രായമായവരും അതുപോലെ തന്നെ സ്ത്രീകളും കുഞ്ഞുങ്ങളും പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരിയായ ഒരു യുവതിയും അടക്കം
ആക്രമണത്തിന്, അതും തികച്ചും തെറ്റായ രീതിയിൽ ആക്രമണത്തിന് വിധേയമാകുമ്പോൾ ആ സംഭവത്തെ അങ്ങേയറ്റം ലഘൂകരിക്കപ്പെടുകയും അതുപോലെ തന്നെ അതിനെ തെറ്റായി ചിത്രീകരിക്കുകയും അതുപോലെ തന്നെ അതിന് വിധേയരായ ഇരകളായ ആളുകൾ പ്രതികളാവുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് തിരുത്തപ്പെടേണ്ടതാണ്. അത് തിരുത്തപ്പെടുന്നതിന് വേണ്ടിയും ഈ കുടുംബത്തിന് നീതി ലഭ്യമാക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് ഈ നാടിന്റെ മുൻ MLA എന്നുള്ള നിലയിൽ എന്നോടൊപ്പമുള്ള പൊതുപ്രവർത്തകരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് എന്നറിയിക്കുക.